ഹലോ, വെൽക്കം ബാക്ക് ടു ബിയ ബെല്ലാസ്. നമ്മളിന്ന് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തം പ്രിൻറ്റ് കുക്കീസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു 1.5 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ബദാം ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാനൊരു 10-15 ബദാം എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇവിടെ ഞാനൊരു 70 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. ഇനി ബട്ടറും പഞ്ചസാരയും കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ബട്ടറും പഞ്ചസാരയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു പരുവത്തിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി അത് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള മാവിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഏകദേശം ചപ്പാത്തിക്ക് കുഴയ്ക്കുമ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ആവശ്യത്തിന് കുറച്ച് പാലും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കാം. ഈ ഒരു പരുവത്തിനാണ് നമുക്ക് മാവ് കുഴച്ചെടുക്കുമ്പോൾ കിട്ടേണ്ടത്. നമ്മളൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ബട്ടർ തൂവി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ബോൾസ് ആയിട്ട് ഇതൊന്ന് ഉരുട്ടിയെടുത്ത് ചെറുതായിട്ടൊന്ന് കൈ വെച്ചൊന്ന് പരത്തി നടുക്ക് ചെറിയൊരു ഇംപ്രഷൻ ഉണ്ടാക്കി കൊടുക്കാം. എല്ലാം ഇതുപോലെ തന്നെ ബോൾസായിട്ട് ഉരുട്ടി ഒന്ന് പ്രസ് ചെയ്ത് നടുക്ക് നമുക്കൊരു കുഴി പോലെ ആക്കിയെടുക്കാം. എല്ലാം ഒരുപോലെ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ റെയിൻബോ സ്പ്രിങ്കിൾസിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. എല്ലാം ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ നടുക്കുള്ള പോർഷൻ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ന്യൂട്ടെല്ലയാണ് എടുത്തിട്ടുള്ളത്. അതില്ലാന്നുണ്ടെങ്കിൽ ഡയറി മിൽക്കിൻ്റെ പീസാണെങ്കിലും ഇടാം, ഇല്ലെങ്കിൽ ചോക്കോ ചിപ്പാണെങ്കിലും ഇടാം, ഇല്ലെങ്കിൽ ജാം പോലത്തെ ഐറ്റംസ് യൂസ് ചെയ്യാം. അങ്ങനെയുള്ള ഐറ്റംസ് ഏത് വേണമെങ്കിലും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് യൂസ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഓവൻ നേരത്തെ പ്രീഹീറ്റ് ചെയ്ത് വയ്ക്കാം. ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ്സ് പ്രീഹീറ്റ് ചെയ്യുക. പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 15 മിനിറ്റ്സ് നമുക്കൊന്ന് ബേക്ക് ചെയ്യാം. അങ്ങനെ ഇതാ നമ്മുടെ തം പ്രിൻറ്റ് കുക്കീസ് റെഡി ആയി കഴിഞ്ഞു. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. കാണാനൊരു ലുക്കില്ലെന്നേ ഉള്ളൂ, ഭയങ്കര ബുദ്ധിയാ.